വൈജയന്തിയുടെ പേര് കേട്ടപ്പോൾ മുതൽ സ്റ്റാൻലി ജോസഫ് വല്ലാതെ അസ്വസ്ഥനായി. ബാലചന്ദ്രൻ വിടാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവൾ നിന്നെ അന്വേഷിച്ചില്ലേ എന്ന്. സ്റ്റാൻലിയുടെ മറുപടി വളരെ ലളിതമായിരുന്നു. ആ അധ്യായം അവിടെ തീർന്നു. പക്ഷേ ബാലചന്ദ്രൻ അത് വിടാൻ ഭാവമില്ലായിരുന്നു. സംഭാഷണത്തിനിടയിൽ സ്റ്റാൻലി താൻ വൈജയന്തിയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അവളെപ്പോലെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നും അവളെ വിവാഹം കഴിച്ചവൻ ഒരു പരമവിഡ്ഢിയാണെന്നും സ്റ്റാൻലി പരിഹസിച്ചു. ബാലചന്ദ്രന്റെ കണ്ണുകളപ്പോൾ ഈറനണിഞ്ഞിരുന്നു. സ്റ്റാൻലി പറഞ്ഞ ആ വിഡ്ഢിയായ ഭർത്താവ് മറ്റാരുമല്ല, അത് താൻ തന്നെയാണ് എന്ന് ബാലചന്ദ്രൻ തുറന്നടിച്ചപ്പോൾ സ്റ്റാൻലി ആകെ ധരിച്ചുപോയി. കയ്യിലിരുന്ന മദ്യ ഗ്ലാസ് താഴെ അങ്ങ് വെച്ചു. തകർന്നുപോയ മനസ്സോടുകൂടെ അവൻ ബാലചന്ദ്രനെ നോക്കി. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല താൻ അവളെ വിവാഹം കഴിച്ചത് എന്ന് ബാലചന്ദ്രൻ വിശദീകരിച്ചു. സംശയം തോന്നിയപ്പോൾ സ്വയം കണ്ടെത്തിയ സത്യങ്ങളാണിതെല്ലാം. വൈജയന്തിയുടെ മകൾ തന്നെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് എല്ലാം വ്യക്തമായത്. ആ മകൾ തൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്റ്റാൻലി ബാലചന്ദ്രന് മുന്നിലങ്ങ് കരഞ്ഞ് കൈ കൂപ്പി നിൽക്കുകയായിരിക്കും.